സ്ലീബ മെഡിസിറ്റിയിൽ പെരുകുന്ന മരണകാരണം ചൂണ്ടിക്കാട്ടിയ UNA യൂണിറ്റ് പ്രസിഡന്റിനെ പിരിച്ചുവിട്ടു. പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയുള്ളൂ എങ്കിലും ചികിത്സാപ്പിഴവും ഇൻഫെക്ഷനും ബാധിച്ച് നിരവധി രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാല സ്ലീബ ആശുപത്രിയിലെ നഴ്സുമാർ UNA യൂണിറ്റ് പ്രസിഡന്റ് സിനോയ് ജോർജിന്റെ നേതൃത്വത്തിൽ ആശുപത്രി മാനേജ്മെന്റിന് അടിയന്തരമായി പരിഹരിക്കേണ്ടുന്ന 20 കാര്യങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം NABH അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലും ആവശ്യത്തിന് നഴ്സുമാർ ഇല്ല എന്നുള്ളതായിരുന്നു. ഒരു നഴ്സിന് 10-15 രോഗികളെ പരിചരിക്കുവാൻ കൊടുക്കുക, ട്രെയിനികളെ ഡ്യൂട്ടിക്കിടുക, വൃത്തിഹീന സാഹചര്യങ്ങളിൽ ഡ്രസ്സ് മാറി വരുന്ന നഴ്സുമാരിൽ നിന്ന് രോഗികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ മാനേജ്മെന്റിനെ രേഖാമൂലം ധരിപ്പിച്ചിരുന്നു. പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും ആശുപത്രി മാനേജ്മെന്റ് അതൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ആശുപത്രി മാനേജ്മെന്റ് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുവാനും ആരംഭിച്ചു. പുരുഷ നഴ്സുമാരുടെ ഡ്രസ് ചേഞ്ചിങ് ആശുപത്രി കെട്ടിടത്തിൽ നിന്നും എവിടെ നിന്നോ എടുത്തുകൊണ്ടുവന്ന ഒരു പഴയ കണ്ടെയ്നർ പെട്ടിയിലേക്ക് മാറ്റി. ഇതിലുള്ള പ്രതിഷേധം അവർ വീഡിയോ എടുത്ത് ITV ന്യൂസിനോട് പങ്കുവച്ചു എന്ന് കാണിച്ചാണ് കഴിഞ്ഞ 5 വർഷമായി സ്ലീബ മെഡിസിറ്റിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന പാലാ രൂപതാംഗം കൂടിയായ സിനോയ് ജോർജിനെ ഇക്കഴിഞ്ഞ 16-ാം തീയതി ഞായറാഴ്ച പിരിച്ചുവിട്ടത്. ഈ വിവരമറിഞ്ഞ് ഇന്ന് രാവിലെ നഴ്സുമാരുടെ പ്രതിനിധികൾ HR മാനേജരെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും കാണാൻ കൂട്ടാക്കാതെ അവർ HR സെക്ഷന്റെ വാതിലടച്ചതിനെ തുടർന്ന് നഴ്സുമാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടാലും. ആശുപത്രി മാനേജ്മെന്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നതിനെ തുടർന്ന് നഴ്സുമാർ സൂചനാ പ്രതിഷേധവുമായി ആശുപത്രിയുടെ മുൻപിലെ കവാടത്തിലേക്ക് നീങ്ങി. ആ ദൃശ്യങ്ങളിലേക്ക്. സമരത്തിന്റെ കോലം മാറും, സമരത്തിന്റെ കോലം മാറും, കോലം മാറും, ഭാവം മാറും, കോലം മാറും, ഭാവം മാറും. ആരിത് പറയുന്നറിയാമോ, ആരിത് പറയുന്നറിയാമോ, ആരിത് പറയുന്നറിയാമോ, ആരിത് പറയുന്നറിയാമോ. UNAയുടെ പട്ടാളം, UNAയുടെ പട്ടാളം, UNAയുടെ പട്ടാളം, UNAയുടെ പട്ടാളം. ആര് തടുക്കും, ആര് തകർക്കും, ആര് തടുക്കും, ആര് തകർക്കും, ആര് തടുക്കും, ആര് തകർക്കും, ആര് തടുക്കും, ആര് തകർക്കും. ആരുണ്ടിവിടെ കാണട്ടെ, ആരുണ്ടിവിടെ കാണട്ടെ. സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം, സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞേക്കാം, എന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കാം, ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കാം. സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും. രൂപം മാറും, ഭാവം മാറും, രൂപം മാറും, ഭാവം മാറും, രൂപം മാറും, ഭാവം മാറും, രൂപം മാറും, ഭാവം മാറും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, UNA സിന്ദാബാദ്, UNA സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, UNA സിന്ദാബാദ്, UNA സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. രാതിയാൽ തടുക്കുവാൻ, രാതിയാൽ തടുക്കുവാൻ ഒരുമ്പെടുന്ന വർഗമേ, ഒരുമ്പെടുന്ന വർഗമേ, ഒരുമ്പെടുന്ന വർഗമേ, ഒരുമ്പെടുന്ന വർഗമേ. നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. UNAയുടെ പട്ടാളം, UNAയുടെ പട്ടാളം, UNAയുടെ പട്ടാളം, UNAയുടെ പട്ടാളം. തിരിച്ചുവിട്ട സ്റ്റാഫിനെ തിരിച്ചെടുക്കുക, തിരിച്ചുവിട്ട സ്റ്റാഫിനെ തിരിച്ചെടുക്കുക. മാനേജ്മെന്റിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. UNA സിന്ദാബാദ്, UNA സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, UNA സിന്ദാബാദ്, UNA സിന്ദാബാദ്. പോരാട്ടത്തിൻ നാളുകളിൽ, പോരാട്ടത്തിൻ നാളുകളിൽ, പോരാട്ടത്തിൻ നാളുകളിൽ, പോരാട്ടത്തിൻ നാളുകളിൽ ലാത്തിയടികളേൽക്കുമ്പോൾ, 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 ലാത്തിയടികളേൽക്കുമ്പോൾ അയ്യോ എന്ന് കരയാതെ, അയ്യോ എന്ന് കരയാതെ, അയ്യോ എന്ന് കരയാതെ, അയ്യോ എന്ന് കരയാതെ. അമ്മേ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ. വിലാപ വിളിച്ചവരെ
അവസാനിപ്പിക്കുക. സ്റ്റാഫിനെ തിരിച്ചെടുക്കുക. ജയ് ജയ് യുഎൻഎ, ജയ് ജയ് യുഎൻഎ, ജയ് ജയ് യുഎൻഎ, ജയ് ജയ് യുഎൻഎ, ജയ് ജയ് യുഎൻഎ. ജയ് ജയ് യുഎൻഎ. പിരിച്ചുവിട്ട സ്റ്റാഫിനെ തിരിച്ചെടുക്കുക. പിരിച്ചുവിട്ട സ്റ്റാഫിനെ തിരിച്ചെടുക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് മാർസ്ലീവ ഹോസ്പിറ്റലിന് മുൻപിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ UNAയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സിലോയ്ക്കെതിരെ മാനേജ്മെൻറ്റ് അകാരണമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഓൾറെഡി കള്ളക്കേസുകളിൽ കുടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ കള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ട് ഓൾറെഡി ഒരു ഡൊമസ്റ്റിക് എൻക്വയറി മാനേജ്മെൻറ്റ് ബോധപൂർവം അവരെതിരെ നടത്തുകയുണ്ടായി. ആ ഡൊമസ്റ്റിക് എൻക്വയറി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായിട്ട് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ആ സ്റ്റാഫിനെതിരെ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കോൺട്രാക്ട് റിന്യൂ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. നിരവധിയായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർസ്ലീവ മാനേജ്മെൻറ്റിനോട് രേഖാമൂലം സംഘടന ലെറ്ററുകൾ കൊടുക്കുകയും ചർച്ചകൾക്ക് തയ്യാറാവുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ, ഈ കാര്യങ്ങളെ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ നിങ്ങളെ അല്ലെങ്കിൽ നേഴ്സുമാരെ ശത്രുത മനോഭാവത്തോടുകൂടി കാണുകയും അത്തരം നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നിവിടെ നിലവിലുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുടെ തുടക്കമെന്ന നിലയ്ക്ക് ഇന്നലെ ഞായറാഴ്ച, ഓർത്ത് നോക്കണം, ഒരു ഞായറാഴ്ച ധൃതി പിടിച്ച ഒരു സ്റ്റാഫിനെ പുറത്താക്കാൻ അവർ കാണിച്ച ഒരു തിടുക്കം, ആ തിടുക്കം നിങ്ങൾ ഓർത്തു നോക്കുക. ഇത്രയും നാളായിട്ട് ഇവിടെ ലെറ്റർ കൊടുത്തിട്ട് അതുപോലും ചർച്ച ചെയ്യാൻ കാണിക്കാത്ത തിടുക്കം ഒരു തൊഴിലാളിക്കെതിരെ ഇത്തരം നിലപാടെടുക്കുവാൻ അവർക്കുണ്ടായെങ്കിൽ അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് സംഘടനയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്തു തന്നെയായാലും ഇത്തരം നെറികെട്ട നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്ന് ഇവിടെ മാർസ്ലീവയിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലില്ലാത്ത ആളുകൾ ഇന്ന് പുറത്ത് ഈ പ്രതിഷേധം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയ്ക്ക് നെറികെട്ട, അത്രയ്ക്ക് മോശം നിലപാടുകളാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. കാരണം വിശ്വാസികളുടെ കാശായതുകൊണ്ട് എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ അതായത് UNA എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ സംഘടനയെ അല്ലെങ്കിൽ സംഘടന ഇവിടുത്തെ സ്ഥാപനത്തെ നശിപ്പിക്കുവാൻ വന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന നിലയ്ക്കാണ് അവർ പൊതുവെ പറഞ്ഞു പരത്തുന്നത്. നമുക്കറിയില്ല. കാരണം UNA എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 13 വർഷമായിട്ട് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ്. എന്തുതന്നെയായാലും ഇത്തരം ആ ഒരു നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. അതിൻ്റെ സഹകരണം നിങ്ങളിൽ നിന്ന് എല്ലാവരും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ജീവിത സമര പോരാട്ടത്തിൽ കുത്തിയിരിക്കും
സുന്നത്തുകളെ അധികാരികളെ അന്ധന്മാരെ അധികാരികളെ അന്ധന്മാരെ അധികാരികളെ അന്ധന്മാരെ അധികാരികളെ അന്ധന്മാരെ അന്ധന്മാരെ ബദിരന്മാരെ അന്ധന്മാരെ ബദിരന്മാരെ അന്ധന്മാരെ ബദിരന്മാരെ അന്ധന്മാരെ ബദിരന്മാരെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു എന്നയുടെ പട്ടാളം യുഎൻഎയുടെ പട്ടാളം എന്നയുടെ പട്ടാളം യുഎൻഎയുടെ പട്ടാളം ആര് തടുക്കും ആര് തകർക്കും ആര് തടുക്കും ആര് തകർക്കും ആര് തടുക്കും ആര് തകർക്കും ആര് തടുക്കും ആര് തകർക്കും ആരുണ്ടിവിടെ കാണട്ടെ ആരുടെ കാണട്ടെ ഗുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സിന്ദാബാദ് യുഎൻഎ സിന്ദാബാദ് ഗുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സിന്ദാബാദ് യുഎൻഎ സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് UNA ജില്ലാ സെക്രട്ടറിയും സ്ലീവ മെഡിസിറ്റി സ്റ്റാഫ് നഴ്സുമായ ജോഷിയുടെ പ്രതികരണം കേൾക്കുക. എൻ്റെ പേര് ജോഷി, ഞാൻ യുവനയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി. നമ്മൾ ഒരു കൊല്ലം മുമ്പ് നമ്മളൊരു ഡിമാൻഡ് നോട്ടീസ്, അതായത് നേഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിരുന്നു. അത് ലേബർ ഓഫീസിലൊക്കെ പോയി. ലേബർ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ചർച്ചയ്ക്ക് തീരുമാനമാവാതെ ഇൻസ് ഹൗസിൽ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളെ വിളിച്ച് ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ഇവരോട് പറഞ്ഞു ഓക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഡോക്യുമെന്റ് ആക്കി തരാൻ പറഞ്ഞു. ഇവർ പറയുന്നത് ഡോക്യുമെന്റ് ആക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് ഇവരൊന്നും നടത്തിയില്ല. അല്ലാതെ 1-2 കാര്യങ്ങൾ മാത്രമേ ഇവർ ഒരു ഇടക്കാലാശ്വാസം മാത്രമേ ഇവർ ഞങ്ങൾക്ക് ചെയ്തു തന്നുള്ളൂ. ബാക്കി ഉള്ള ഒരു 25 പോയിന്റുള്ള ഒരു ഡിമാൻഡ് നോട്ടീസ് ആയിരുന്നു. അതിലൊരു കാര്യം ഇവർ നടത്തി തന്നുള്ളൂ. അത് കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഒരു ഡിമാൻഡ് നോട്ടീസ് ഇവർക്ക് കൊടുത്തു, അതായത് ഒരു മാസം മുമ്പ്. അതിൽ ഈ ആദ്യം വെച്ച ഡിമാൻഡ് നോട്ടീസിലെ പോയിന്റുകൾ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടാമത് വെക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ അവർ നടത്തി തന്നില്ല. അതുകൊണ്ട് എന്നിട്ട് ഈ സാധാരണ ഇതിന്റെ ഫോർമാലിറ്റി ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുമ്പോൾ ലേബർ ഓഫീസിൽ ഒരു കോപ്പി കൊടുക്കുക, ഇവിടെ മാനേജ്മെന്റിൽ ഒരു കോപ്പി കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ശരിക്കും ഇവർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതാണ്. ഇവർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ലേബർ ഓഫീസിൽ നിന്ന് പറഞ്ഞത് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് അവർക്കൊരു മെയിൽ കിട്ടിയിട്ടുണ്ട്, ലേബർ ഓഫീസിലേക്ക് മാനേജ്മെന്റ് അയച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത ഡിമാൻഡിലെ കാര്യങ്ങളെല്ലാം ഇവരിവിടെ ഓൾറെഡി നടത്തി തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞവർ. ഇവർ ഓൾറെഡി നടത്തി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കി ഒരു കാര്യങ്ങളും ഇവർ നടത്തി തന്നിട്ടില്ല. ആകെ ഒരെണ്ണം മാത്രമേ ഇവർ നടത്തി തന്നുള്ളൂ. ലേബർ ഓഫീസറിന്റെ അടുത്താണിത്. നമ്മൾ തിരിച്ച് ലേബർ ഓഫീസിന് ഒരു പരാതിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാനേജ്മെന്റിനെ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് കാര്യം, മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇവിടെയുള്ള ഇന്റേണൽ ഈ നേഴ്സുമാർ, ഞങ്ങളുടെ ഇൻചാർജുമാര്, സൂപ്പർവൈസർമാര്, അതുപോലെ നഴ്സിംഗിലെ ഉന്നത ശ്രേണിയിലിരിക്കുന്നവരുടെ ഈ പീഡനങ്ങൾ, ഈ പിള്ളേരെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു NIBH ഹോസ്പിറ്റലാണ്. NIBH ഒരു ഹോസ്പിറ്റലിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന് കുറച്ച് NIBHന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ആണ്. അത് ICUകളിലും വാർഡുകളിലും വ്യത്യാസമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഷ്യോ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ 10 പേഷ്യന്റിനെയൊക്കെയാണ് വാർഡിൽ ഒരു സ്റ്റാഫ് എടുക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ICUവിൽ 3 പേഷ്യന്റിനൊക്കെയാണ് എടുക്കുന്നത്, വെന്റിലേറ്റർ പേഷ്യന്റ് ഉൾപ്പെടെ. വെന്റിലേറ്റർ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് NIBH അനുസരിച്ച് 1:1 ആണ് വരേണ്ടത്. ഒരു പേഷ്യന്റിന് ഒരു സ്റ്റാഫ് എന്നാണ് വരേണ്ടത്. അതുപോലെ തന്നെ വാർഡിലാണെങ്കിൽ NIBH മാനദണ്ഡം എന്ന് വെച്ചാൽ 1:6 ആണ്. പക്ഷേ ഇവർ ഈ 6ന് പകരം ഇത് 10 പേഷ്യന്റിനൊക്കെയാണ് ഒരു സ്റ്റാഫിന് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സ്റ്റാഫ് നടുകൂടിയ സ്റ്റാഫിന് ഈ ജോലി സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഒരു സ്റ്റാഫ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ട സ്റ്റാഫ് 3:30, 4 ആകുമ്പോഴാണ് അതിന്റെ പണി തീർത്ത് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റുന്നത്. ഇങ്ങനെ ടയേർഡായിട്ട് ചെയ്തിട്ട് ഈ സ്റ്റാഫുകൾ സിക്കാവുന്നു. സിക്കായി കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഇവിടുന്ന് കിട്ടുന്നില്ല. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ തരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റാഫ് തലയിറങ്ങി വീണ് എമർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് പേ ചെയ്യണം. അതായത് ഇൻസൈഡിനുള്ളിൽ എന്തെങ്കിലും ആക്സിഡന്റ്, എന്തെങ്കിലും ഇഞ്ചുറി
അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇവർ പേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും ഇവർ ചെയ്തു തരുന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റാഫ് പേഷ്യന്റ് റേഷ്യോ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്തെങ്കിലും ഇവിടെ പാലിക്കുന്നുണ്ടോ? പാലിക്കപ്പെടുന്നില്ല. ഇല്ലെങ്കിൽ അതുപോലുള്ള ഒരു നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ടെയ്നർ വരാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. അപ്പം ഇവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മാനേജ്മെന്റിന് വിധേയമായിട്ട് തന്നെയാണ് അത് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പേഷ്യൻസിന്റെ കംപ്ലൈന്റ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ രോഗി നേഴ്സ് പേഷ്യന്റ് ആ റേഷ്യോ പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ്. സ്റ്റാഫിന് ഓടിയെത്താൻ പറ്റുന്നില്ല. പിന്നെ വർക്ക് ലോഡ് കൂടുതലാണ്. അത് തന്നെയാണ് മെയിൻ കാരണം. സഭയോട് കളിക്കരുത്, കൊന്നുകളഞ്ഞാൽ പോലും പോലീസോ മാധ്യമങ്ങളോ ഇവിടെ കയറില്ല എന്നാണ് മാനേജ്മെന്റ് നഴ്സുമാരെ വിരട്ടുന്നത്. ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തി പിരിച്ചുവിട്ട സിനോയിയെ തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ അനിശ്ചിതകാലത്തേക്ക് UNAയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിക്കുവാനാണ് നഴ്സുമാരുടെ തീരുമാനം. ആര് ചത്താലും എന്ത് ചൂഷണമുണ്ടായാലും വിശ്വാസികളെ പിടുങ്ങിയ കാശെറിഞ്ഞാൽ നിലവിലെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ ചെരുപ്പ് നക്കും എന്ന അഹങ്കാരം കൊണ്ടാണ് ശ്രീബ മെഡിസിറ്റി മാനേജ്മെന്റ് നഴ്സുമാരുടെ അവകാശത്തെ അടിച്ചമർത്തുവാൻ നോക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.